ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മളെല്ലാവരും കൂടിയിട്ട് അബുദാബി എമിറേറ്റ്സ് പാലസിലേക്ക് പോയെന്ന്. അപ്പോൾ അവിടെ വിസിറ്റേഴ്സിന് പോകാൻ പറ്റൽ 10 മണിക്ക് ശേഷമാണ്. അപ്പോൾ നമ്മൾ ഏകദേശം അതിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിങ്ങനെ എമിറേറ്റ്സ് പാലസിൻ്റെ സെക്യൂരിറ്റി ഗേറ്റൊക്കെ കഴിഞ്ഞ് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്താ വെച്ചാൽ എമിറേറ്റ്സ് പാലസിന് അങ്ങോട്ട് പോകണത്ര. അപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല വ്യൂ ഉണ്ട്. നമ്മൾ എത്തിഹാദ് ടവറിൻ്റെ ഒക്കെ കണ്ടില്ലേ, അടിപൊളി വ്യൂ ആണ്. അപ്പോൾ എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നത്. അത്യാവശ്യം ചെറിയൊരു ചൂടുണ്ട് കേട്ടോ. ഇനി അത് നല്ല പേമാരിക്ക് ശേഷം ഇപ്പം ചെറിയൊരു വെയിൽ വന്നിട്ടുള്ളത്. വാട്ടർ ഫൗണ്ടെയിൻ ഇതൊക്കെ രാത്രി നല്ല രസമുണ്ടാകും കാണാൻ വേണ്ടി. ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ആമ ഫാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇങ്ങനെ ഗോൾഡൻ കളറിൽ അക്രലിക് ഷേപ്പിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് എല്ലാവരും ഇങ്ങനെ ഫോട്ടോസ് എടുക്കുന്നു. പിള്ളേർ വെള്ളത്തിൽ കളിക്കുന്നു. പോവാ, മേലേക്ക് പോവാലോ. മേലിലേക്ക് കുറേ പടികൾ കയറാനുണ്ട് കേട്ടോ. കുറേ പടികളുണ്ട്. ഫുള്ള് വ്യൂ ആണ് ഇവിടുന്ന്. എമിറേറ്റ്സ് പാലസിൻ്റെ വ്യൂ വേറെ. ഇവിടുന്ന് നേരെ നോക്കിയാൽ നമ്മൾ എത്തിഹാദ് ടവറിൻ്റെ എല്ലാം വ്യൂ. ഇത് ശരിക്കും ഒരു ഹോട്ടലാണ്. ഇതിൻ്റെ പേര് വരുന്നത് എമിറേറ്റ്സ് പാലസ് മാൻഡറിൻ ഓറിയൻ്റൽ അബുദാബി എന്നാണ്. അപ്പോൾ ഈ ബിൽഡിങ് അബുദാബി ഗവൺമെൻറ്റിൻ്റെ തന്നെയാണ്. പക്ഷേ ഇത് മാനേജ്മെൻറ്റ് ചെയ്യുന്നത് ഈ ഹോട്ടൽ ഗ്രൂപ്പാണ്. ഇത് 2005 തോന്നുന്നു ഓപ്പൺ ആയത്. ഏകദേശം 11.2 ബില്യൺ ദിർഹംസ് ചിലവായി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വേൾഡിലെ മോസ്റ്റ് എക്സ്പെൻസീവ് ഹോട്ടലുകളിൽ ഒന്നാണ് ഈ എമിറേറ്റ്സ് പാലസ് ഹോട്ടൽ. ഇവിടെ വിസിറ്റേഴ്സിന് ഫ്രീ എൻട്രി ആണ്. പക്ഷേ ഈ ഹോട്ടലിൻ്റെ എല്ലാ ഭാഗത്തും ആക്സസിബിൾ അല്ല. നമുക്ക് എല്ലാ ഭാഗവും പോയി കാണാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരൊരു പാസ് ഉണ്ട്, അതെടുക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും ടൂർ പാക്കേജിലൊക്കെ വന്നാൽ നമുക്ക് മൊത്തം കാണാൻ പറ്റുമെന്ന് തോന്നുന്നത്. പിന്നെ അതല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഹോട്ടൽ റൂം എടുത്ത് താമസിക്കണം. അത് കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. ഇതാണ് നമ്മളെ എമിറേറ്റ്സ് പാലസിൻ്റെ ഉൾവശം ഉണ്ടല്ലേ. വാ, അടിപൊളി കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് ഇതിൻ്റെ മെയിൻ ലോബിയിലാണ്. ഇവിടെ വന്നാൽ മൊത്തം ഒരു ഗോൾഡൻ ആംബിയൻസ് ആണ്. കാരണമൊന്നുമല്ല, ഈ ബിൽഡിങ്ങിൻ്റെ പല ഭാഗത്തും സ്വർണ്ണം ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വേൾഡിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണം ഉപയോഗിച്ച് നിർമ്മിച്ച ആഡംബര ഹോട്ടൽ എന്ന പേരും കൂടി എമിറേറ്റ്സ് പാലസിനുണ്ട്. കുറച്ചിരുന്ന് റിലാക്സ് ചെയ്യാം. ഇരിപ്പിടും. ഒന്നൊരു സംഭവം കേട്ടാ. ലൈറ്റുകളൊക്കെ നോക്കിയറാ, അടിപൊളി കേട്ടോ. ഇങ്ങോട്ടൊക്കെ കുറേ നടക്കാനുണ്ട് കേട്ടോ. വിശാലമായൊരു പാലസാണ് നമ്മളെ എമിറേറ്റ്സ് പാലസ്. ഇവിടെ എന്ത് സംഭവം? കുറേ കരകൗശല സംഭവങ്ങളെല്ലാം ഉണ്ടല്ലേ. ഇതെന്ന് ചെരുപ്പാ? ഓൾ ഐറ്റം ആർ ഹാൻഡ് മെയ്ഡാന്നോ ഇതെല്ലാം? എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട്. കരകൗശല വസ്തുക്കൾ, ഡെക്കറേറ്റീവ് പ്രൊഡക്ട്സ്. ഇതൊക്കെ ഹാൻഡ് മെയ്ഡാണ്. ഇതൊക്കെ സെയിൽ ചെയ്യാൻ വെച്ചതാണ്.
ഈ സ്ഥലമാണെന്ന് തോന്നുന്നു അന്ന് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൽ കണ്ടത് കേട്ടാ. ഈ ഏരിയ കണ്ടതുപോലെ ഉണ്ട്. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവിയില്ലേ, അതിൽ ഇവിടെ നിന്നൊക്കെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. മെയിനായിട്ട് എനിക്ക് തോന്നുന്നു പ്രസിഡൻഷ്യൽ പാലസിൻ്റെ ആ ഭാഗത്തു നിന്നാന്ന് തോന്നുന്നു. ഇതിൻ്റെ അകത്ത് കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. പെർഫ്യൂം ഷോപ്പ്, ബാർബർ ഷോപ്പ്, അതേപോലെ തന്നെ റെഡിമെയ്ഡ് ഷോപ്പും കാര്യങ്ങളൊക്കെ. ഫുള്ള് എക്സ്പെൻസീവ് ആണെന്ന് തോന്നുന്നു. വാ, അടിപൊളി വ്യൂ കേട്ടോ. യെസ്, ഇവിടെ തന്നെ കേട്ടോ നമ്മളെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൻ്റെ ഷൂട്ടിംഗ് ഉണ്ടായ സ്ഥലം തന്നെ ഇത്. പക്ഷെ ഇവിടത്തേക്ക് നമുക്ക് പോകാൻ പറ്റുമോ അറിയില്ല. കുറേ ആൾക്കാർ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് അവിടുന്ന്. അടിപൊളി വ്യൂ കേട്ടോ. സന എമിറേറ്റ്സ് പാലസിൽ. ഓ മൈ ഗോഡ്, ഭയങ്കര വർക്കല്ലേ. യു എയിൽ വരുന്ന ഹൈ ഒഫീഷ്യൽസൊക്കെ താമസിക്കുന്നത് എവിടെയാണ്. അതുകൊണ്ട് തന്നെ യു എ ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ ഗസ്റ്റ് പാലസ് കൂടിയാണിത്. ഇതിൽ ഏകദേശം 390ഓളം റൂമുകളും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ റെസ്റ്റോറൻറ്റുകളും ഷോപ്പുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കുറേ ഹോളിവുഡ് മൂവീസിലൊക്കെ ഇടം നേടിയിട്ടുള്ളൊരു ഹോട്ടൽ കൂടിയാണ് ഈ എമിറേറ്റ്സ് പാലസ് ഹോട്ടൽ. ബസ്സൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് ദുബായിൽ നിന്നൊക്കെ, ടൂറിസ്റ്റുകൾ. എമിറേറ്റ്സ് പാലസിന് രാവിലെയും രാത്രിയും വേറെ വേറെ ലുക്കാണ് കേട്ടോ. എനിക്കൊന്ന് രാത്രിയാണെന്ന് തോന്നുന്നു കൂടുതൽ ഭംഗി കാണാൻ. ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ട് ഭയങ്കര രസമാണ് വെളിയിൽ നിന്ന് കാണാൻ വേണ്ടി. അപ്പോൾ ഈ ബിൽഡിങ് ഡിസൈൻ ചെയ്തത് WATG എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്ലോബൽ ആർക്കിടെക്ചർ ഡിസൈൻ കമ്പനിയാണ്. ഇസ്ലാമിക്കും അതുപോലെ മോഡേൺ സ്റ്റൈലും യൂസ് ചെയ്തിട്ടുണ്ടാക്കിയതാണ് ഈ ബിൽഡിങ്. അതുപോലെ അറേബ്യൻ മരുഭൂമികളിലെ മണലുകളെ കളർ ഷെയ്ഡാണ് ഈ ബിൽഡിങ്ങിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ബിൽഡിങ്ങിൻ്റെ മേൽഭാഗത്തായിട്ട് മെയിൻ ഡോം കൂടാണ്ട് 114ഓളം ചെറിയ ചെറിയ ഡോമുകളുണ്ട്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു പാലസാണ് അബുദാബിയിലെ ഈ എമിറേറ്റ്സ് പാലസ് ഹോട്ടൽ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ എമിറേറ്റ്സ് പാലസൊക്കെ കണ്ട് തിരിച്ച് പോയെന്ന്. അപ്പോൾ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് വന്ന് കണ്ടു നോക്കാം. ഫ്രീ എൻട്രി ആണ്. പ്രത്യേകിച്ച് യു എയിലുള്ളവരൊക്കെ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ച് എന്താ അഭിപ്രായം ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ ബൈ. Mm-hmm.